വണ്ടി എടുപ്പുണ്ടേ. कितना रुपया मंथली कितना है? 20,000 20,000 ഇവിടെ 20,000 ഞാൻ നിൽക്കട്ടെ ജോലിക്ക് സ്പെഷ്യൽ ബിരിയാണി അല്ല ജോലി കാണുന്നില്ല. वो आदमी काम करे इस स्टोर पे, वो आदमी रेडी കുക്കിംഗ് ഇവനെ നിർത്തിക്കോ, അപ്രന്റീസാ, കാശ് കൊടുക്കണ്ട. ഇവന് മുട്ട പൊരിക്കാൻ അറിയാം, അതേ ഉള്ളു. സീസൺ സമയത്ത് ഒരുപക്ഷെ ഇവർക്ക് ഗുണമായിരിക്കും. മീൻ വറുക്കാൻ അറിയാം, ചിക്കൻ വറുക്കാൻ അറിയാം, ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയാം. പിന്നെന്താ അറിയാം നിനക്ക്? അതായത് നമ്മുടെ നാട്ടിൽ അതിന് 7 രൂപയെന്ന് പറയാം. എന്തിനാ നമ്മളിപ്പോ മേടിച്ച് കഴിച്ചു? അവിടെ ചെറിയ അരി വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കിയാൽ നന്നായിട്ട് കച്ചവടം നടക്കും. എവിടെയാണ്? അവിടെ കേരളത്തിൽ. ഓ ആണ് ഇവരെല്ലാം ബിരിയാണി ഫാൻസ്. अल्लाह चिकन बिरयानी, ഇത് ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി. ബീഫ് ബിരിയാണി यहाँ नहीं है, यहाँ बीफ बिरयानी नहीं, वेज बिरयानी केरला में सब यूट्यूबर वाह. മോനെ എന്നെ നാണം കെടുത്താൻ നീ എന്താടാ ഇങ്ങനെ പിണക്കമാണോ നിനക്ക്? എനിക്ക് വയ്യ ഗൈസ്. എന്താണ് ഗൈസ്? വൈ हैदराबादी स्पेशल दम बिरयानी. हैदराबादी स्पेशल दम बिरयानी. ഓക്കെ, അപ്പോൾ ഗൈസ് എനിക്ക് തന്നെയാണ് ഫസ്റ്റ് ബിരിയാണി കൊണ്ട് വന്നിരിക്കുന്നത്. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. എവിടെ ചെന്നാലും നമ്മൾ മോനുമാണല്ലോ ഫസ്റ്റ്. അത് പിന്നെ അങ്ങനല്ലേ വരും ഫാസ്റ്റ്. ഇവിടെ ഉണ്ടല്ലോ. എങ്ങനെയുണ്ട് താനം? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടാ മോനുവേ? ഇച്ചിരി ഉപ്പ് കുറഞ്ഞ സംഭവം കൂടാ. എന്താണ് ഗ്രേവി ടേസ്റ്റിയാണ്. സലാഡില്ലേ? ചോദിരി സലാഡ് ഉണ്ടോ? ഇതിൽ ജലതി അങ്ങനെ സലാഡും വന്നിട്ടുണ്ട്. ഇന്നത്തെ മോര് അത് നമ്മുടെ സ്വന്തം ബായിയുടെ കടയിൽ നിന്ന് നമുക്ക് ഇന്നലത്തെ അറിഞ്ഞുകൊണ്ടാണ് ബായി നമുക്ക് ബിരിയാണിയുടെ കൂടെ സലാഡ് ചോദിച്ചപ്പോൾ മോര് തന്നത്. ഗോവയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ബിരിയാണിയാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം വിലയുടെ കാര്യത്തിൽ കടയിൽ കയറി ആഹാരം കഴിച്ചതാണ്. വിലയുടെ കാര്യത്തിലാണെങ്കിലും ആഹാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നീറ്റാണ്. കട കണ്ട ചെറിയ കടയാണെങ്കിലും നല്ല വളരെ മനോഹരമായ ഫുഡാണ്, നല്ല ബിരിയാണി. അപ്പം ഇനി നമുക്ക് കഴിച്ചിട്ട് കാണാം. ഓക്കെ. Goa based biryani, special Hyderabadi dum biryani. Very cheapest rate in Goa. You come in front of Prime Resort. So you are most welcome all visits there. Okay, bye. Like, share and subscribe this channel. താങ്ക് യു, ബൈ. എന്തിനാ അവൻ എന്ത് ചെയ്യാം? മഞ്ഞ കുപ്പായിട്ടോ ഇവനല്ലേ ഈ സാമാനം ഓടിച്ചത്? ഉസു അങ്ങനെ നമ്മൾ അടുത്തൊരു ബീച്ചിൽ എത്തിയിട്ടുണ്ട്. എന്താ അവന് ക്ഷീണമാണോ? ഇന്നലത്തെ ആണോ? നടത്തമാണ് മോനെ, നടത്തം. അത് മാത്രമല്ല, ഇവിടെ പാർക്കിങ്ങിന് പൈസ നമ്മളെ പാർക്കിങ്ങിന് നല്ല എമൗണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ബുദ്ധിപരമായിട്ട് അവരുടെ ബുദ്ധിപരമായിട്ട് എങ്ങനെ പാത്ത് വെച്ചു മലയാളിടാ ഈ നട്ടുച്ചയ്ക്ക് കടപ്പുറത്തേക്ക് അടിപൊളി. ഇതിൻ്റെ തൊട്ടപ്പുറം ഒരു ബീച്ചുണ്ട് കേട്ടെ. നമുക്ക് അങ്ങോട്ട് പോവാം. ചൽ അങ്ങോട്ട് പോവാം. എന്താണ് താങ്കൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഗോവയിലെ വളരെ മനോഹരമായ ബീച്ചുകളിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ബീച്ചുകൾ
എന്നുവെച്ചാൽ ഇത്രയും തിരക്കേറിയ ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് ഇതായിരിക്കും ഗോവ. അതിൽ ബാഗ ബീച്ച് തൊട്ട് ബാഗ ബീച്ചിൽ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന നിരവധി ബീച്ച്, 10ഓളം ബീച്ചുകൾ ഉണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഒരു 3-4 ബീച്ചുകളോളം നമ്മൾ പോയി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും എനിക്കൊരു ഇച്ചിരി ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ഇച്ചിരി തിരക്കില്ലാതെ എന്നാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ബീച്ചായിട്ട് തോന്നിയത് ഈ ബീച്ചാണ്. നല്ല നൈറ്റ് ഇന്നലെ ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇന്നലെ നൈറ്റ് ഞാൻ ബാഗ ബീച്ചിൽ നിന്ന് ഇങ്ങനെ നടന്ന് ഇവിടം വരെ എത്തിയതാണ്. ഇവിടെ ബാഗ ബീച്ചിനേക്കാൾ കൂടുതൽ തിരക്കും അതുപോലെ തന്നെ നൈറ്റ് പാർട്ടീസ് ഇതെല്ലാം വളരെ മനോഹരമായിട്ട് അവിടുത്തെ പോലെ തന്നെ ഒരു പക്ഷേ അവിടുത്തേക്കാൾ മെച്ചമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ജൽത്തി ഇവിടെ നിന്നിട്ട് കളിക്കാം. ബാസ് ബായ്. ബായ്. ഇവിടുത്തെ നെയ്മറാട്ടോ. पास 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 भाई എങ്ങനെ ഉണ്ടായിരുന്നു ഫുട്ബോൾ കളി? കിട്ടിക്കാണോ? നോക്കാം നമുക്ക്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ 2-3 ഗോൾ തട്ടുന്നത്. ഞാൻ ആ വെള്ളത്തിൽ പോയത് എടുക്കാം. ഞാൻ കണ്ട ഗോവയിലാണ് അതാണ്. ഓ യു മീൻ ബിക്കിനി? ഇല്ല കണ്ടിട്ടുണ്ടല്ലോ. ഓ അങ്ങനെ. ഓ യൂട്യൂബ് ഗോവ. മനോഹരമായ ഒരു കല്ല് തപ്പിയെടുത്തോ? പണ്ട് പോർച്ചുഗീസുകാർ ഇട്ടിട്ട് പോയ കല്ലാണ്. ഏതോ സായിപ്പിന്റെ മൂത്രക്കല്ലാണെന്ന് തോന്നുന്നു. കല്ല് നമുക്ക് എന്തായാലും ഇതൊന്ന് പരിശോധിക്കാൻ കൊടുക്കാം. നല്ല വെളുത്തിരിക്കുന്ന നല്ല മനോഹരമായ കല്ല് പോലെ കല്ല്. ഓക്കെ, ഇതെന്തായാലും ഞാൻ എന്റെ കൈ വെക്കുകയാണ്. ഇതെന്തുപോലെ ഇരിക്കുന്നു പറയാമോ ആർക്കെങ്കിലും? എനിക്കൊന്നും പോലെ ഇരിക്കുന്നു പറയാമോ ആർക്കെങ്കിലും? പറഞ്ഞാൽ കൂടി പോകും. വാ പോയേക്കാം. കണ്ണാടി ചതിച്ച ഗോവയെ വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? മറ്റു ഭാഷകൾ നമുക്കൊന്ന് കേൾക്കാനെങ്കിലും അറിയാം. ഗോവയുടെ പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് ഉറുദു ആണ്. എന്തായാലും ഉറുദു പോയിട്ട് ഉറു പോലും പറയാൻ നമുക്ക് അറിയത്തില്ല. കൊങ്ങിണി, ഉറുദു അല്ല, സോറി, കൊങ്ങിണി പോയിട്ട് പോലും നമുക്ക് പറയാൻ അറിയത്തില്ല. അതേസമയം ഇംഗ്ലീഷിലേക്ക് പോകുമ്പോഴും മൊത്തം ഹിന്ദിക്കാർ. ഹിന്ദി അറിയാവോ? ഹിന്ദി അറിയത്തില്ല. യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് അറിയാവോ? അത് അറിയത്തില്ല. അറിയാവുന്ന ഭാഷ മലയാളമാണ്. പിന്നെ വേറൊരു ഭാഷയുണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഭാഷ, ആംഗ്യ ഭാഷ. ഇത് നമ്മൾ ആ ആംഗ്യ ഭാഷക്കകത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? എന്തരതായാലും തള്ളേ ഗോവയെ വന്ന് കൊള്ളാല്ലേ ഈ ബീച്ച്? ബീച്ച് കൊള്ളാൻ തോന്നുന്നു. ബീച്ചും കൊള്ളാം, ബീച്ചിലെ പെണ്ണുങ്ങളും. കോഴി, ഇതാണ് ആസ്ഥാന കോഴി, നമ്മുടെ കോഴി. കർമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തുടങ്ങിയ കോഴിത്തരത്തിന് ഒരു ഗോവയിൽ നിന്ന് അടി കിട്ടാതെ വീട്ടിൽ വരുന്നത് വരെ ഒരു പക്ഷെ അത് ഞങ്ങളുടെ ഭാഗ്യം മാത്രമാണ്. അനാഥമായ ഒരു പേഴ്സ് കടൽ തീരത്ത് ആരെയോ കാത്തിരിക്കുന്നു. ആ പേഴ്സ് എടുത്ത് കൈ വെച്ചോണ്ട് വന്നാൽ അതിനകത്തൊന്നും കാണത്തില്ല. അല്ല ഇതേതാ ഇറച്ചിക്കടയിൽ നിന്ന് വരുന്നൊരുത്തോ? ഇവനെ കൊണ്ടുപോയാൽ നമ്മുടെ നാട്ടിൽ ബീഫ് കറി വെക്കാം. ആണ് ഒരു രക്ഷയില്ലാത്ത കിടു ബീച്ച്. വാട്ടർ സ്കൂട്ടിങ്. പൈസ കുറവാണെങ്കിൽ മോനെ ഒന്ന് കയറി ഓടിയിട്ട് വാടാ, ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് ചെയ്യും. വേനായി ബൈ.
ചോദിക്കണം ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് ചോദിക്കും. ചോദിക്കാം എത്ര രൂപ? കുറഞ്ഞൊരു 400 എങ്കിലും ചോദിക്കും. 400 രൂപ. ആ ഒള്ളി? ഉള്ളി ഉള്ളി 400. അവരെ നമ്മൾ കടയാണ്. എവിടുന്നാണ് എനിക്ക് ഈ മഞ്ഞ ടീഷർട്ട് കിട്ടിയേ? പോയി പവർ വരട്ടെന്ന്. नहीं भाई नहीं 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 भाई. നമ്മളെ എവിടെ ചെന്നാലും ആൾക്കാർ മാടി വിളിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവനെ കണ്ടിട്ടാണോ എന്നൊരു സംശയം. നിന്നെ കണ്ടിട്ട് റിച്ച് ലുക്ക് ഉണ്ട് കേട്ടോ. ആണോ? ആ വാടകയാണെന്ന് കണ്ടാൽ പറയത്തില്ലേ ബെന്നിനും കണ്ണാടിയും അവൻ്റെ ഒരു മോനോടാ ആകെ പഠിച്ച ഹിന്ദി വാക്കൊന്ന് പറഞ്ഞാടാ. ഒന്നുകൂടെ പറ, രണ്ടു വട്ടം കൂടെ പറ. ഗോവ വരെ വന്നിട്ട് ആകെ പഠിച്ച ഹിന്ദി അവൻ. ഏതോ ഒരു പാവം പിടിച്ച വാടക കിടത്ത വണ്ടിയുടെ താക്കോല് വഴി കിടന്ന് കിട്ടിയിട്ടുണ്ട്. ആ ഇവിടെ തന്നെ ഇട്ടേക്കാം, ആരെങ്കിലും വന്ന് എടുക്കുന്ന എടുക്കട്ടെ. എടാ നീ മനുഷ്യനല്ലേടാ, കുഴഞ്ഞില്ലേ? സ്റ്റാമിനിയോ? ഞങ്ങളെയും കൂടെ കൊണ്ടുപോടാ. ആ നന്നായിട്ടുണ്ട്. നിനക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. എൻ്റെ അമ്മ ഇവിടെ വന്നല്ലോ, അവിടെ പോകണോ? ഓ എനിക്കും കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. അങ്ങാണെന്ന് തോന്നുന്നു. നമ്മളിങ്ങോട്ട് കയറിയ വഴി നമ്മൾ മറന്നുപോയി. ഏത് ബീച്ചിൽ കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് വരുന്നേന്ന്. വല്ല മാർഗം ഉണ്ടോ കണ്ടുപിടിക്കും മോനുവേ? ശരിയാ. അപ്പോൾ അടുത്ത ബീച്ചാണെന്ന് തോന്നുന്നു. വണ്ടിയും എല്ലാം അവിടെ വെച്ചിരിക്കുകയാണല്ലേ. എല്ലാ ബീച്ചും ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് ഏതാണെന്നൊരു പിടുത്തമില്ല. ബിയർ വാങ്ങിത്ത നീ ആദ്യം നടാ. ഓ അത് നമ്മൾ തന്ന വഴിയല്ലായിരുന്നു, വഴി തെറ്റി. വിളിച്ചാടാ അച്ചോളേ. വെള്ളം പോലും ഇല്ലടാ ഈ കട. നിനക്ക് അമ്മേന്നൊന്നും ഒന്ന് വിളിക്കാൻ വയ്യായിരുന്നു. വണ്ടി എടുക്കണമെങ്കിൽ അങ്ങ് പോകണം. നടന്നോ? റോഡിലൂടെ ആണോ അവിടെ വണ്ടി വിട്ടുന്നത്? നമ്മളവിടെ വിടുന്ന കക്ക വണ്ടി എടുക്കണം. നടന്നോ? അവസാനം നമ്മളെത്തി.